1. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. 1 വെച്ചാൽ 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. 2 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 3 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണയും കേരളത്തിലെത്തി. 4 പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ്. 2. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തി ആണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം സി, ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഇതാണ് കേട്ടോ, ഹെൻറി വൻ റീഡാണ്. മാമാങ്കം കിളിപ്പാട്ട് എഴുതിയത് കാടഞ്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി എഴുതിയത് കുലശേഖര ആൾവാറാണ്. തുഹ്ഫത്തുർ മുജാഹിദീൻ എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഉത്തരം സി ആണ്. 1, 3 ആണ് ശരി. 1 ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. 3 KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്തത്? ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഉത്തരം ഡി ആണ്. 3, 1, 4, 2 ആണ്. അപ്പോൾ റൗലറ്റ് ആക്ട് നടന്നത് 1919 ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് 1931 ബംഗാൾ വിഭജനം നടന്നത് 1905 നെഹ്റു റിപ്പോർട്ട് 1928 അപ്പോൾ 3 ആണ് ഒന്നാമത്തെ. ബംഗാൾ വിഭജനമാണ് ആദ്യം, പിന്നെ റൗലറ്റ് നിയമമാണ്, പിന്നെ നെഹ്റു റിപ്പോർട്ടാണ് 2 കേട്ടോ. 3 നെഹ്റു റിപ്പോർട്ടാണ്. 4 ഗാന്ധി ഇർവിൻ പാക്റ്റാണ് 1931. അങ്ങനെയാണ്. അപ്പോൾ 3, 1, 4, 2 ആണ്. ഇരുപതിന പരിപാടി കൊണ്ടുവന്നതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഡി ആണ്. 1 സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവമാണ്. ടെന്നീസ് കോഡ് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമാണ്. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ ഒരു വിപ്ലവമാണ്. ബ്രസ്റ്റ് ലിറ്റോവ്സ് ഉടമ്പടി റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ ഡി ആണ്. 1, 2, 3, 4 സി 1, ഡി 3 ആണ്. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചവർ ആരെല്ലാമാണ്? 1, 2 ആണ് ശരിയായ ഉത്തരം. 1, 3 ആണ് ശരിയായ ഉത്തരം. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും പിന്നെ വിൻസ്റ്റൺ ചർച്ചിൽ. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? നദികളുടെ നിക്ഷേപമാണ്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിൽ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാണ്
ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നത്? അപ്പോൾ കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ഉത്തരം എ ആണ്. നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളുമാണ്. 16. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധന സൂചിപ്പിക്കുന്നത്? വരുമാനം അസമത്വം വർദ്ധിപ്പിക്കുന്നു. ക്യാഷ് റിസർവ് അനുപാതം CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനം ലക്ഷ്യമിടുന്ന ദ്രവ്യത വർദ്ധിപ്പിക്കൽ. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനയെ സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? HDI ആണ്. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ് ചോദിച്ചാൽ HDI ആണ്. വാദം എ. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണ പ്രാധാന്യം നൽകുന്നു. കാരണം 6 ആണ്. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടന അധികാരമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് വെച്ചത് എ ശരിയാണ്. എ ശരിയാണ്. 6 തെറ്റാണ് കേട്ടോ. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? 2005 കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? ഉപദേശക അധികാര പരിധി. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പഞ്ചായത്ത് പിരിച്ചു തെരഞ്ഞെടുപ്പ് നടത്തണം. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെട്ടത്? അപ്പോൾ 4 മാത്രമാണ്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. 4 മാത്രമാണ്. 1, 2, 3 ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20 ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടന കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ബി ആണ്. 52ാം ഭേദഗതി. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഗോലഖ്നാഥും മറ്റുള്ളവരും പഞ്ചാബ് സംസ്ഥാനം 1967. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? വർത്തമാന പുസ്തകം. ദ്വിതീയാക്ഷരപ്രസം നിശ്ശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷകൃതി ഏതാണ്? മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഗജോദ്രമോക്ഷം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? വള്ളത്തോൾ. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനം ചേരുംപടി ചേർക്കുക എന്നതാണ് ഓടക്കുഴൽ G. ശങ്കരക്കുറുപ്പ്. രണ്ടാമുഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്. കയറ് തകഴി. ഉത്തരം B ആണ്. ഓടക്കുഴൽ എഴുതിയത്
ജി ശങ്കരക്കുറുപ്പാണ്. രണ്ടാം മുഴം എഴുതിയത് MT വാസുദേവൻ നായരാണ്. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാടാണ്. കയറ് എഴുതിയത് തകഴി ശിവശങ്കരൻ പിള്ളയാണ്. ഇനി അടുത്തത് 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പിറവ് 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേരെന്താ വെച്ചാൽ രാജസമാചാരം. അപ്പം മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ 1847 പത്രത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ രാജസമാചാരം. കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? കേരളത്തിൽ അവതരിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെട്ട ചവിട്ടുനാടകം ഏതാണ്? കാർൽ മാൻസ് ചരിത്രം. ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഗോൾഫ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ലോസ് ഏഞ്ചലസ്. സിപിയും വിനോഡ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? കാഷ് മെമ്മറി. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിനും ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നത് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 67. മെൻട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ 1, 2, 3 ആണ്. 1, 2, 3 എന്താണ് മെൻട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്? താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ഗ്ലോബൽ വാർമിംഗ് പ്രൊട്ടക്ഷൻ കുറവാണ് മീഥേൻ വാതകത്തിന്. ഉത്തരം എന്താണ്? ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡും. ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സംരക്ഷണത്തിൻ്റെ രീതികൾ 1 നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർസ് റിസർവുകളും 4 നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മൈക്രോപ്ലാസ്റ്റിക്കും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകം കൂടുമ്പോഴാണ്? 1 ഫോസ്ഫറസ്, 2 നൈട്രജന്. ഈ മാത്സ് ക്വസ്റ്റ്യങ്ങളാണ്. അത് നമുക്ക് ഉത്തരം പറഞ്ഞു പോകും. 1 B ആണ്, 51 B ആണ്, 52 D ആണ്, 53 A ആണ്, 54 C ആണ്, 55 A ആണ്, 56 C ആണ്, 57 C ആണ്, 58 A ആണ്, 59 B ആണ്, 60 D ആണ്, 61 A ആണ്, 62 D ആണ്, 63 B ആണ്, 64 C ആണ്, 65 C ആണ്, 66 A ആണ്, 67 A ആണ്, 68 B ആണ്, 69 D ആണ്, 70 C ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞപ്പോൾ 71 ഈസ്, 72 ടു, 73 ആറൻഡിറ്റ്, 74 ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദി നെക്സ്റ്റ് ഡേ, 75 എ ആണ് ഫിനാൻസിങ്, 76 വുഡ് ഹാവ് പാസ്ഡ്, 77 ഓഫ് ആണ്, 78 എ വെരി ഇമ്പോർട്ടൻ്റ് ഡേ, 79 വി, 80 എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സം എൽസ് റോങ്സ് ആണ്, 81 തേഫ്റ്റി ആണ്, 82 ആൻ എക്സെപ്ഷണൽ കണ്ടീഷൻ ആണ്, 83 ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours, 84 വെൻ വാസ് ദ ബോട്ട് ബോക്ക്, 75 ഡാറ്റം, 76 ദർ ഈസ് നോ വാട്ടർ ഇൻ ദി ഗ്ലാസ്, 87 ദ പോസ്റ്റ്പോൺ സംതിങ്, 88 സി ആണ് അഡാപ്റ്റ് ആണ്, 89 പേഴ്സ് ആണ്, 90 ഹാഡ് ലെഫ്റ്റ് ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശുപാർശ. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക. സർവം ആത്മാവായി കരുതുന്നവൻ ആത്മായഞ്ചി. മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം ഗൗണം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്ത് പ്രവർത്തിക്കാവും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്.
കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം വിലേശയം. പെൺമ എന്ന പദം പിരിച്ചെടുക്കുക. വെള്ള് പ്ലസ് മ. വാരണവള്ളബലുകൾ കാവ്യർത്തികൾ. മനുഷ്യഭോജികളായുള്ള രാക്ഷസൻ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം കരടിയാണ്. പിന്നെ ദിക്ക് പ്ലസ് നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ ദിങ് നാഗൻ.